വിനോദ് സോബറിനെയാണ് നമ്മളോടൊപ്പം തുടരുന്നത്. എന്തായാലും ഈ സോപാന സംഗീത സമന്വയം എന്നാണ് താങ്കളുടെ പരിപാടിയുടെ പേര്. പ്രത്യേകത പ്രോഗ്രാം സോപാന സംഗീത സമന്വയം എന്ന് പറയുന്നതാണ്. അത് കഥകളി ക്ലാസിക്കലും സോപാന സംഗീതം മിക്സ് ചെയ്തിട്ടാണ് സ്റ്റേജിൽ നടക്കുന്നത്. ക്ഷേത്രങ്ങളിലകത്ത് അതിന്റെ ചിട്ടവട്ടത്തോടു കൂടിയാണ് പാടുന്നത്. പുറത്ത് സ്റ്റേജിൽ ആവുമ്പോൾ പ്രേക്ഷകർ പല രീതിയിലുള്ള പ്രേക്ഷകരാണ്. അപ്പോൾ ഇത് ശരിക്കും ജനകീയമാക്കുക എന്നുള്ളതാണ്. സോപാന സംഗീതം ജനകീയമാക്കുക. പഴയ ക്ഷേത്രത്തിന് അകത്ത് മാത്രം ഒതുങ്ങി ഇരുന്ന ഒരു കലയാണ്. ഇതിനെ പുറത്തോട്ട് എത്തിക്കുക എന്നുള്ളതാണ് എന്നെ പോലെയുള്ള ആൾക്കാരുടെ ലക്ഷ്യം. അതിന് വലിയ സ്വീകാര്യത തന്നെയാണല്ലേ. അത് ഞാൻ ചെയ്യുന്ന സോപാന സംഗീത സമന്വയം ക്ലാസിക്കലും കഥകളി സംഗീതം സോപാന സംഗീതം മിക്സായിട്ട് 1 മണിക്കൂർ 1.5 മണിക്കൂർ ചെയ്യുന്നൊരു പ്രോഗ്രാമാണ് എൻ്റെ ഈ വർഷത്തെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ ആലാപനമൊക്കെ എങ്ങനെയാണ് വരുന്നത്? എല്ലാം ക്ലാസിക്കൽ ആയിട്ട് പാടുമ്പം ഇപ്പം മഹാദേവ ശിവശംഭു അങ്ങനത്തെ പാട്ടുകൾ പാടും. കഥകളി സംഗീതത്തിലോട്ട് വരുമ്പോൾ അജിത് ഹെരെ പോലെ ജനകീയമായിട്ട് ആൾക്കാർ കേട്ടിരിക്കുന്ന പാട്ടുകളിലോട്ട് പോകാറുണ്ട്. അങ്ങനെയാണ് ചെയ്യുന്നത്. അതെല്ലാവർക്കും കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം ആദ്യം കഥകളി സംഗീതത്തിൻ്റെ ഒരു കുറച്ച് ഭാഗം പാടാം. अजित हरे जय माधव विष्णु अजित हरे जय माधव अजित हरे जय माधव विष्णु अज मुझ देव नद अजित പല ദിനമായി ഞാനും ബലഭദ്രനുജ നിന്നെ പല ദിനമായി ഞാനും ബലഭദ്രനുജ നിന്നെ നിന്നെ കളിയല്ലേ രുചിക്കുന്നു കാലവിഷമം കൊണ്ടു കാമം സാധിപ്പതില്ലേ നീല നീരദ വർണ്ണ
പ്രേക്ഷകർക്ക് ഒരുപക്ഷെ മതി വരുന്നുണ്ടാവില്ല അല്ലേ? അനുഗ്രഹീതം എന്നാണ് ശ്രീ ഉല്ലാസ് കുമാർ സന്ദേശമായിട്ട് നൽകിയിരിക്കുന്നത്. പ്രേക്ഷകരുടെ ഇടയ്ക്ക് ഇങ്ങനെ അവരും ഇതിൽ മുഴുകിയിരിക്കുന്നു എന്നുള്ളൊരു സന്ദേശമൊക്കെ നമുക്ക് ഇങ്ങനെ അയച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ശരി, എന്തായാലും വളരെയധികം നന്ദി ശ്രീ വിനു സൗപന്യ, നമ്മളോടധികം ഇത്രയധികം സമയം വന്നു, സംസാരിച്ചു, ആലപിച്ചു തന്നു. സന്തോഷം. ശരി, ഇനിയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. നിരവധി സ്റ്റേജുകൾ, അതോടൊപ്പം തന്നെ നമുക്ക് ഈ സോപാന കലയെ ഇത്രയധികം ജനകീയമാക്കാനുള്ള ഒരു ശ്രമം, അതാണ് എടുത്തു പറയേണ്ടത്. ഇത് ഇനിയും ദയവായി തുടരുക. ജനത്തിൻ്റെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം നേരുന്നു. ശരി.